ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഹൃദയത്തിൽ നന്മയുള്ള മലയാളി കുടുംബ സദസ്സുകളെ മലിനമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. ഈ ഷോയിൽ അനേകരെ അമ്പരിപ്പിക്കുന്ന ചില വാക്കുകൾ കേൾക്കേണ്ടി വന്നു. സ്വർഗരതി എന്ന തിന്മയെ ന്യായീകരിക്കുകയും അതിന് തെറ്റല്ല എന്ന രീതിയിൽ അതിനെ സാമാന്യവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയായി പോയി മലയാളത്തിന്റെ മഹാനടന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആക്രോശവും നീക്കവും. ബിഗ് ബോസ് വേദിയിൽ ഉയർന്ന ഒരു പെൺകുട്ടിയുടെ ധാർമ്മിക ശബ്ദത്തെ അടിച്ചമർത്തിക്കൊണ്ട് ആധിപത്യ മനോഭാവത്തോടെ രാജാക്കന്മാരുടെ മനോഭാവത്തോടു കൂടി താരരാജാവ് പറഞ്ഞ വാക്കുകൾ മലയാളികൾക്ക് ഷോക്കേൽക്കുന്ന ഒന്നായി മാറി. ആ രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ മാന്യമായിട്ടാണോ ലക്ഷ്മി സംസാരിച്ചിരിക്കുന്നത്? ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരെയാണ് ഉദ്ദേശിച്ചത്? എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾക്ക്. ലക്ഷ്മി അതിനുശേഷം അത് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ കാര്യമാണോ? പക്ഷെ അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത്? കേൾക്കട്ടെ. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണ്. നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ. എന്റെ വീട്ടിൽ ഏതൊക്കെ രാജാക്കന്മാർ ന്യായീകരിച്ചാലും തെറ്റ് തന്നെയാണ്. താരരാജാവിന്റെ ആക്രോശത്തെക്കാൾ സകലരെയും ഞെട്ടിക്കേണ്ട യാഥാർത്ഥ്യം ആ കൈയടിയാണ്. ആ വേദിയിൽ കൈയടിച്ച അനേകരുള്ളപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരിലും അനേകർ കൈയടിച്ചിട്ടുണ്ടാവില്ലേ? അതൊക്കെ ഏതുതരം മൂല്യമാണ് യുവാക്കളിലേക്ക് പകരുന്നത്? ഭാവി തലമുറയിലേക്ക് പകരുന്ന നാശത്തിന്റെ വിത്തുകളല്ലേ ആ കൈയടി മൂലം മുളയ്ക്കുന്നത്? ആ കയ്യടി വലിയ ആപത്തിന്റെ ലക്ഷണമാണ്. എന്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ എത്രയോ ഞെട്ടലോടെ കേൾക്കേണ്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. നിങ്ങൾ ഓർക്കണം, ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ രണ്ട് കുടുംബങ്ങള് വളരെയേറെ നാളുകളായി കണ്ണീരണിഞ്ഞിരിക്കുന്ന ആ രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ വികാരം രണ്ട് മക്കളുടെ പിതാവായ ഇദ്ദേഹം അറിയുന്നുണ്ടോ? പുറത്തിറങ്ങി നടക്കാനാവാതെ നാടുവിടേണ്ട സ്ഥിതിയിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലായ ആ രണ്ട് കുടുംബങ്ങളുടെ തീരാ ദുഃഖം രണ്ട് മക്കളുടെ പിതാവായ ഇദ്ദേഹം കാണുന്നുണ്ടോ? മൂവാലന്മാരുടെ സംഘത്തിലേക്ക്, അവരുടെ ഗുഹയിലേക്ക് രണ്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയാൽ അവിടെ കൂടുന്ന ആൺകുട്ടികൾക്ക് വലിയ സന്തോഷമായിരിക്കും. എന്നാൽ ആ കുട്ടികളെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ കണ്ണീര് ആ നാട്ടിൽ സകലർക്കും കണ്ണീരായി അവശേഷിക്കും. രണ്ട് കുടുംബങ്ങളിലെ മാത്രമല്ല, ആ നാടിന്റെ മൊത്തം കണ്ണീരായ സംഭവത്തിലാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ താരരാജാവ് പറയുന്നത്. അവിടെ ഉണ്ടായ കയ്യടിയോടൊപ്പം അനേക പ്രേക്ഷകർ കൈയടിച്ചുവെങ്കിൽ അത് വലിയ ആപത്തിന്റെ സൂചനയാണെന്ന് തിരിച്ചറിയണം. ഇദ്ദേഹത്തിന്റെ മകൻ പ്രണവ് ഒരു ആൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ, ഇദ്ദേഹത്തിന്റെ മകൾ വിസ്മയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ഇദ്ദേഹം വീട്ടിൽ കയറ്റുമോ? ഒരുപക്ഷെ കയറ്റുമായിരിക്കാം. ഇദ്ദേഹത്തിന്റെ ചിന്താഗതി ഇത്ര നീചമാണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് അദ്ദേഹം കയറ്റുമായിരിക്കാം. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം അത്രയ്ക്ക് ചീത്തയായിട്ടില്ല. നാം ജാഗ്രതയോടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനേകർ ഐക്കണായി കാണുന്ന, റോൾ മോഡലായി പോലും കാണുന്ന ഈ താരത്തിന്റെ മനോഭാവത്തിലേക്ക് അനേകർ അധപ്പതിക്കാൻ ഇടയായാൽ നമ്മുടെയൊക്കെ ഭാവി വളരെയേറെ മോശമാകും എന്നത് വിസ്മരിച്ചുകൂടാ. ഇതൊക്കെ ലോകമെമ്പാടും അംഗീകരിച്ചതല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞതായും അറിഞ്ഞു. എന്നാൽ ഓർക്കണം, എന്നാൽ ആകെ ഈവൻ കണക്കനുസരിച്ച് 195 രാജ്യങ്ങളാണ് ഉള്ളതെങ്കിൽ അതിൽ വെറും 38 രാജ്യങ്ങൾ മാത്രമാണ് നിയമപരമായി സ്വർഗരതിയെ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കണം, ഈ ആധുനിക യുഗത്തിലും ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഈ തിന്മയെ തന്നെ കണ്ടുകൊണ്ട് ചെറുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. പാശ്ചാത്യ മ്ലേച്ഛതയായ LGBT മാനവ സംസ്കാരത്തെ നശിപ്പിക്കുന്ന, മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന LGBT സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന താരങ്ങളെ നാം കരുതലോടെ നോക്കിക്കാണേണ്ടതുണ്ട്. അടിക്കടി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സുകളെ അധോഗതിയിലേക്ക് വലിച്ചിരിക്കുന്ന അധമ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചിന്ത നമുക്ക് പാടില്ല. ഒരു മനുഷ്യന് അധമ ചിന്തയും അധമമായ ആഗ്രഹങ്ങളും വെച്ചു പുലർത്തി, അധമ പ്രവൃത്തികൾ വെച്ചു പുലർത്തി മൃഗമായി അധപ്പതിക്കാനോ അധമ വികാരങ്ങളെ, ദുരാഗ്രഹങ്ങളെ അമർച്ച ചെയ്ത് ശ്രേഷ്ഠമായ ചിന്തകളോടെ ഒരു മാലാഹയോളം ഉയരാനും കഴിയുന്ന സ്ഥിതിയിൽ മനുഷ്യനെ ആ തലത്തിലേക്ക് ഉയർത്താനാണ് പൊതുസമൂഹത്തിൽ മാന്യതയുള്ള ലാലേട്ടനെ പോലെ ജനസ്വാധീനമുള്ളവർ ശ്രമിക്കേണ്ടതാണ്. കുടുംബ മൂല്യങ്ങളാണ് സമൂഹത്തിലെ നന്മയുടെ മൂല്യങ്ങളായി മാറുന്നത്. അങ്ങനെയാണ് നല്ല സമൂഹം കെട്ടിപ്പടുക്കുന്നത്. കുടുംബത്തെ തകർത്താൽ, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കിയാൽ എല്ലാം നശിപ്പിക്കാമെന്ന് പിശാചുക്കൾക്കറിയാം. അതുകൊണ്ട് പലരെ കൊണ്ടും പിശാചുക്കൾ പലതും കുടുംബത്തെ തകർക്കാൻ ചെയ്യും. അതിൽ ഒന്നാണ് കുടുംബത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ജീവിതം വെറുതെ ഒരു കാമപ്രാന്തായി മാത്രം അധപ്പതിക്കുന്ന സ്വർഗരതി.
LGBT സംസ്കാരത്തിലൂടെ മനുഷ്യൻ മൃഗമായി അധപ്പതിക്കുകയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഒന്നോർക്കണം, മൃഗങ്ങൾ പോലും ഇത്രയും അധപ്പതിച്ചിട്ടില്ല. ഇത് കന്യമാസമാണെങ്കിലും ഏതെങ്കിലും ഒരു പെൺപെട്ടിയുടെ കൂടെ കിടക്കുന്നതിന് കണ്ടിട്ടുണ്ടോ? മൃഗത്തേക്കാൾ അധപ്പതിച്ച മ്ലേച്ഛതയാണ്, പൈശാചിക മ്ലേച്ഛതയാണ് സ്വർഗരീതി എന്നത് ആരും വിസ്മരിച്ചുകൂടാ. അത്രയ്ക്കും അധപ്പതിച്ച മ്ലേച്ഛമായ ഒരു കാര്യത്തെ ഒരു പെൺകുട്ടി എതിർത്തപ്പോൾ താരരാജാവ് ബിഗ് ബോസ് ലൂസിഫർ ആധിപത്യത്തോടെ അടിച്ചമർത്തിയെങ്കിൽ സ്വന്തം നിലവാരം തകരുകയാണ്, സ്വയം വിലയിടിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏത് വിഷയത്തിലും സ്വന്തം താല്പര്യത്തിന് അഭിപ്രായത്തിന് എതിരെ ശബ്ദിക്കുന്നവരൊക്കെ അടിച്ചമർത്താനുള്ള പ്രവണത ആർക്കും അത്ര ഭൂഷണമല്ല. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചറിയാം, ബൈബിളിലെ ഉൽപ്പത്തി 18:21 ലേവ്യർ 18:22 ലേവ്യർ തന്നെ 20:13 വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ഈ മ്ലേച്ഛമായ പാപത്തെ കുറിച്ച്. സോദോം ഗൊമോറ എന്ന നഗരത്തെ മുഴുവനും നശിപ്പിച്ചത് ദൈവം തീയിട്ട് അഗ്നിയും ഗന്ധവും ഇറക്കി നശിപ്പിച്ചത് ഈ മ്ലേച്ഛ ലോകത്തിൽ പടരാതിരിക്കാനാണ് എന്ന് ഓർക്കണം. ഇനി ഈ സെയിം സെക്സ് ലെസ്ബിയൻ ഗേ ബന്ധങ്ങള് സ്വാഭാവിക ലൈംഗികതയാണെന്നോ അത് നല്ലതാണെന്നോ വാദിക്കുന്നവർ ഒന്നുകൂടി ഓർക്കണം. ലെസ്ബിയൻ ഗേ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ ഈ LGBT ഒരു സെറ്റായിട്ടാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്, വേറിട്ടല്ല. അപ്പോൾ അതിൽ ഒന്നായ ലെസ്ബിയനെയും ഗേയെയും ഇതുപോലെ മഹത്വമുള്ളതാക്കി കാണുകയോ ആ പാപത്തെ ന്യായീകരിക്കുകയോ ചെയ്യുന്നവർ ഓർക്കണം, അത് സ്വാഭാവികവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും ആണ് എന്ന് അവകാശപ്പെട്ടാൽ ബൈസെക്ഷലിന് അംഗീകരിക്കില്ലേ? ഒരാൾക്ക് സ്ത്രീയോടും ആകർഷണം, പുരുഷനോടും ആകർഷണം, അങ്ങനെയുള്ള സ്ഥിതിയാണ് ബൈസെക്ഷൽ. അപ്പോൾ ബൈസെക്ഷൽ അടിമകളായവര് ഒരു യുവതിയെ പങ്കാളിയായി കൂട്ടിയാൽ അവൾ ബൈസെക്ഷൽ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു യുവാവിനെയും പങ്കാളിയായി കിട്ടണ്ടേ? പങ്കാളിയെ ചേരുന്ന യുവാവും ബൈസെക്ഷൽ ആയിരിക്കുമല്ലോ. എങ്കിൽ ആ യുവാവ് ബൈസെക്ഷൽ ആണെങ്കിൽ അദ്ദേഹത്തിന് ഈ യുവതിയുടെ പങ്കാളിത്തം മാത്രം മതിയോ? ഒരു യുവാവിനെയും കൂടി പങ്കാളിയായി കൂട്ടേണ്ടി വരില്ലേ? അങ്ങനെയാകുമ്പോൾ ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ 4 പേര് കൂടി യൂണിയനല്ലേ വേണ്ടി വരിക? ബൈസെക്ഷൽ താല്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഒരേ സമയം 4 പേർ ചേർന്ന് പങ്കാളികളായി യൂണിയൻ ഉണ്ടാവേണ്ടത്. അങ്ങനെ 4 പാർട്ടി സിവിൽ യൂണിയൻ ഈ സമൂഹത്തിൽ നമ്മയാണെന്നാണ് ചിന്തിക്കുന്നത്. അതിന്റെയൊക്കെ പിന്നാലെ പോയവരൊക്കെ നശിച്ച ചരിത്രമേ ഉള്ളൂ എന്ന് ലോക ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്, വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. നാശം ചോദിച്ചു വാങ്ങരുത്, നാശം ചോദിച്ചു വാങ്ങരുതായിരുന്നു. ഈ അധമമായ ആഗ്രഹങ്ങളെ നിഗ്രഹിക്കുന്നതിന് പകരം അതൊക്കെ സ്വാഭാവികമാണ്, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് വരികയാണെങ്കിൽ ചിലർക്ക് കുട്ടികളോട് മാത്രം താല്പര്യമുള്ളവരുണ്ട്. കേരളത്തിൽ തന്നെ പോക്സോ കേസിൽ പിടിക്കപ്പെട്ട ഒരു പ്രതി പല പോക്സോ കേസിൽ പിടിക്കപ്പെട്ടതാണെന്നായപ്പോൾ പോലീസ് കൂടുതലായി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് അവന് കുട്ടികൾ മാത്രമേ പറ്റൂ. പോലീസിനോട് കണ്ണീരോടെ അവൻ സങ്കടം പറഞ്ഞു. അവൻ അനേക കാലമായി അവൻ ആകർഷണം ചെറിയ കുട്ടികളോട് മാത്രമാണ്, LP സ്കൂൾ UP സ്കൂൾ ലെവലുള്ള കുട്ടികളോടല്ലാതെ അതിന് മുകളിലേക്കുള്ള പെൺകുട്ടികളോട് ആൺകുട്ടികളോട് അവന് താല്പര്യം തോന്നുകയില്ല, അവന്റെ ആകർഷണത്ത് മാത്രമാണെന്ന് പറഞ്ഞു. അവന്റെ നിസ്സഹായാവസ്ഥ അവൻ വെളിപ്പെടുത്തി. എന്ന് വെച്ച് അവനെ സപ്പോർട്ട് ചെയ്യണം സമൂഹം ചെയ്യേണ്ടത്? അവന്റെ ദുരാഗ്രഹത്തെയും അവന്റെ ലൈംഗിക വൈകൃതത്തെയും അവന്റെ അധമ ചിന്താഗതിയെയും നിയന്ത്രിക്കാനും അവനെ ആ തിന്മയിൽ വീണ്ടെടുക്കാനുമുള്ള ശ്രമമല്ലേ വേണ്ടത്? തന്റെ വളർത്തു മൃഗത്തെ അയൽവക്കത്തുള്ള പയ്യൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത്. ആ പയ്യനും മൃഗത്തെ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, മനുഷ്യരുടെ ആകർഷണമില്ല, മൃഗത്തോട് ആകർഷണമുള്ളൂ എന്ന് പറഞ്ഞാൽ, അങ്ങനെ അനേകായിരങ്ങൾ പറഞ്ഞാൽ മൃഗങ്ങളൊന്ന് ജീവിക്കാമെന്ന് വന്നാലോ? അത് മതി എന്ന് പറഞ്ഞാൽ സ്ഥിതി എന്താണ്? അതിനെയും ഈ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുമോ? അപ്പോൾ സാംസ്കാരികമായി പുരോഗമിക്കേണ്ട, നന്മയെ വളരേണ്ട ഒരു സമൂഹത്തിന് വിരുദ്ധമായ ചിന്ത പുലർത്തുന്ന ഇവർ സാമൂഹ്യ വിരുദ്ധരാണ്. സാമൂഹ്യ വിരുദ്ധരെ, തികച്ചും സാമൂഹ്യ വിരുദ്ധമായ കാഴ്ചപ്പാടിനെയാണ് ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചതെന്നത് നിസ്സാരമായി തള്ളാനാവില്ല. LGBTക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ മാതൃകയാക്കി അനേകർ മുന്നേറുകയും ചെയ്താൽ ആ പ്രദേശത്ത് പിന്നെ സന്തതി പരമ്പര ഉണ്ടാകുമോ? അവിടെ സ്കൂളുകൾ അടച്ചുപൂട്ടില്ലേ? ഭാവി ജോലി ചെയ്യാൻ ആളുണ്ടാകുമോ? ആ തലമുറയുടെ വാർദ്ധക്യത്തോടെ മനുഷ്യജീവിതം മുഴുവൻ ആ നഗരത്തിൽ ഇല്ലാണ്ടാവില്ലേ? അങ്ങനെ ഒരു രാജ്യത്ത് മൊത്തം ആയാൽ ആ രാജ്യം മൊത്തം ആ തലമുറയോടെ നശിക്കില്ലേ? അപ്പൊ ലോകത്തിന്റെ നാശമാണ് ഈ LGBT ലക്ഷ്യമെങ്കിൽ അത് പിന്നിൽ പൈശാചികതയുണ്ടെന്ന് തിരിച്ചറിയണം. ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്തെ നശിപ്പിക്കാനുള്ള ഒരു പൈശാചിക പ്രവൃത്തികളെയാണ് ഇത്തരം വ്യക്തികൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ സംഗ്രഹിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ സ്വാധീനമുള്ള ഉന്നതർ ഇത്തരം വികലമായ അഭിപ്രായ പഠനം നടത്തിയാൽ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുവെങ്കിൽ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്റെ വീട്ടിൽ എന്താ കുഴപ്പം? ഇത് എന്താണിത്? ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുവെങ്കിൽ നാം അതിനെ സംഘടിതമായി ചേർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്, നന്മ സംരക്ഷിക്കേണ്ടതുണ്ട്. മ്ലേച്ഛമായ അറപ്പുളവാക്കുന്ന ആഗ്രഹങ്ങളിൽ ആർത്തികൊണ്ട് ജീവിക്കുന്നവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ വഴിവഴിച്ചു പോയവരെ ഓർത്ത് കരയുന്ന കണ്ണീരണിയുന്ന കുടുംബങ്ങളെയും ആ നാടിനെയും ഓർത്തെങ്കിലും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്.